Good afternoon, children. Today we are going to discuss our next topic, different plate margins. Diverse landforms are created along the plate margins by the movements of plates. Platesinte movementsinte ഫലമായി plate marginsൽ diverse landforms വിവിധങ്ങളായ landforms സൃഷ്ടിക്കപ്പെടുന്നു. The following are the pictures of some landforms formed due to plate movements. Plate movements-ന്റെ ഫലമായി plate margins-ൽ ഫോം ചെയ്യപ്പെടുന്ന ചില landforms-ന്റെ pictures ആണ് താഴെ തന്നിട്ടുള്ളത്. Figure 29A and Figure 29B. Figure 29A convergent margin. അവിടെ നമ്മൾ എന്താണ് കാണുന്നത്? മാന്റിൽ, എസ്മോസ്ഫിയർ. അവിടെ കോണ്ടിനെന്റൽ പ്ലേറ്റ്സ് ആണ്. അവ രണ്ടും ഒരുമിച്ച് ചേരുകയാണ്. പ്ലേറ്റ്സ് പരസ്പരം അടുത്തു വരികയാണ്. അത് കൺവേർജന്റ് മാർജിൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഫോം ചെയ്യപ്പെടുന്ന ലാൻഡ് ഫോം ഏതാണ്? ഫോൾഡ് മൗണ്ടെയ്ൻസ് റേഞ്ച്. ഫോൾഡ് മൗണ്ടെയ്ൻസ് മീൻസ് മടക്കു പർവ്വത നിര. ഫിഗർ 29A കൺവേർജന്റ് മാർജിൻ ആണെന്ന് കുഞ്ഞുങ്ങൾ ഐഡന്റിഫൈ ചെയ്തില്ലേ? ദെൻ ഫിഗർ 29B അവിടെ എന്താണ് കാണുന്നത്? പ്ലേറ്റ്സ് മൂവ് അവേ ഫ്രം ഈച്ച് അതർ. ഡൈവേർജന്റ് മാർജിൻ, അത് ഡൈവേർജന്റ് മാർജിൻ ആണെന്ന് മനസ്സിലായല്ലോ. അവിടെ എന്ത് ലാൻഡ് ഫോം ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ആണ് അതിന്റെ മിഡിൽ പാർട്ടിലായിട്ട് കാണിച്ചിരിക്കുന്നത്. അത് ഡൈവേർജന്റ് മാർജിനിൽ ഫോം ചെയ്യപ്പെടുന്ന ലാൻഡ് ഫോം ആണ്. കൺവേർജന്റ് മാർജിൻസ്. Haven't you noticed the distribution of all mountains in figure 29A? Look at figure 29A. Haven't you noticed the distribution of fault mountains? Fault mountains are formed along the convergent margins. Figure 29A നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അവിടെ കാണിച്ചിരിക്കുന്നത് കൺവേർജന്റ് മാർജിൻസ് ആണെന്നും അവിടെ ഫോം ചെയ്യപ്പെട്ട ലാൻഡ് ഫോം ഫോൾഡ് മൗണ്ടെയ്ൻസ് ആണെന്നും നാം കണ്ടു. ഫോർ എക്സാമ്പിൾ, the Himalaya is a fault mountain range formed between the Indian plate and the Eurasian plate. Example ആയിട്ട് ഇന്ത്യൻ പ്ലേറ്റിനും യുറേഷ്യൻ പ്ലേറ്റിനും ഇടയിലായി രൂപം കൊണ്ട ഫോൾഡ് മൗണ്ടെയിൻ റേഞ്ച് ആണ് ഏത്? ഹിമാലയ മൗണ്ടെയിൻ റേഞ്ച്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. Identify the plate margins where the world's major fault mountains are formed. അതൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്യൂ. If there is any difference in density between the plates along a convergent margin, the denser plate will submerge under the lighter one. These zones are called subduction zones. എന്താ സബ്ഡക്ഷൻ സോൺ എന്ന് പറഞ്ഞാൽ? ഇഫ് there is any difference in density between the plates along a convergent margin, the denser plate will submerge under the lighter one. കൺവേർജന്റ് മാർജിനിൽ കാണപ്പെടുന്ന പ്ലേറ്റ്സ് തമ്മിൽ ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? The denser plate will submerge under the lighter one. Denser plate, സാന്ദ്രത കൂടിയ പ്ലേറ്റ് സാന്ദ്രത കുറഞ്ഞ പ്ലേറ്റിനടിയിലേക്ക് ആണ്ടുപോകുന്നു. These zones are called subduction zones. ഈ സോൺസ് ഏത് പേരിൽ അറിയപ്പെടുന്നു? സബ്ഡക്ഷൻ സോൺസ് എന്നറിയപ്പെടുന്നു. ഇതിന് മുൻപൊരു പിക്ചർ നമ്മൾ കണ്ടായിരുന്നു. ഫിഗർ 27 സബ്ഡക്ഷൻ സോൺ കാണുന്നുണ്ടോ നോക്കിയേ. അവിടെ എർത്തിന്റെ ഇന്റീരിയർ പാർട്ടിൽ
മോൾട്ടൺ സ്റ്റേറ്റിലുള്ള മാഗ്മ ഹൈ ടെമ്പറേച്ചർ മൂലം കൺവെക്ഷന് വിധേയമാകുകയും അത് അതിലുള്ള ഫിഷേഴ്സ് വിള്ളലുകളിലൂടെ പുറത്തേക്ക് വരുന്നതായും നാം കണ്ടു. അവിടെ ന്യൂ ഓഷൻ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സബ്ഡക്ഷൻ സോൺ ആണ് അതിന്റെ ഇരുഭാഗങ്ങളിലും കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് സബ്ഡക്ഷൻ സോൺ എന്ന് മനസ്സിലായോ? കൺവേർജന്റ് മാർജിനില് കാണപ്പെടുന്ന പ്ലേറ്റ്സിലെ ഡെൻസിറ്റിക്ക് വ്യത്യാസമുണ്ട് എങ്കിൽ അവിടെ ഡെൻസർ പ്ലേറ്റ് ലൈറ്റർ വണ്ണിന് അടിയിലേക്ക്, ഡെൻസിറ്റി കുറഞ്ഞ പ്ലേറ്റിന് അടിയിലേക്ക് താണു പോകുന്നു. അങ്ങനെയുള്ള സോൺസ് സബ്ഡക്ഷൻ സോൺസ് എന്നറിയപ്പെടുന്നു. ഓഷൻ ട്രെഞ്ചസ് ആർ ഡെവലപ്ഡ് ഇൻ സബ്ഡക്ഷൻ സോൺസ്. സബ്ഡക്ഷൻ സോൺസിൽ എന്തു രൂപം കൊള്ളുന്നു? ഓഷൻ ട്രെഞ്ചസ്, സമുദ്രാന്തർഗർത്തങ്ങൾ രൂപം കൊള്ളുന്നു. The Challenger Deep in the Pacific Ocean is an example. ഇങ്ങനെ സബ്ഡക്ഷൻ സോൺസിൽ രൂപം കൊള്ളുന്ന ഓഷ്യൻ ട്രെഞ്ചസിന് എക്സാമ്പിൾ ആണ് പസഫിക് ഓഷ്യനിലെ ചാലഞ്ചർ ഡീപ്പ്. ഐഡന്റിഫൈ ദ പ്ലേറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഈ ചാലഞ്ചർ ഡീപ്പിന്റെ ക്രിയേഷന് കാരണമായ പ്ലേറ്റ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അവിടെ പസഫിക് പ്ലേറ്റും ഫിലിപ്പൈൻ പ്ലേറ്റുമാണ് നിങ്ങൾക്ക് ആൻസർ ആയി കിട്ടുന്നത്. കൺവേർജന്റ് മാർജിൻസുമായി ബന്ധപ്പെട്ട് നാം കണ്ട ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ഫോൾഡ് മൗണ്ടെയ്ൻസ്. The rock layers may undergo folding due to the compression of lithospheric plates along convergent margins. കൺവേർജന്റ് മാർജിൻസിൽ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സിന്റെ കംപ്രഷന്റെ ഫലമായി റോക്ക് ലെയേഴ്സിന് എന്ത് സംഭവിക്കുന്നു? ഫോൾഡിംഗ്, വലനം സംഭവിക്കുന്നു. മൗണ്ടൻ റേഞ്ചസ് സോ ഫോംഡ് ആർ കോൾഡ് ഫോൾഡ് മൗണ്ടെയ്ൻസ്. ഇതുമൂലം രൂപം കൊള്ളുന്ന മൗണ്ടൻ റേഞ്ചസ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫോൾഡ് മൗണ്ടെയ്ൻസ്. എങ്ങനെ രൂപം കൊള്ളുന്നതാണ്? Rock layers may undergo folding due to the compression of lithospheric plates along convergent margins. Convergent marginsൽ lithospheric platesന്റെ കംപ്രഷന്റെ ഫലമായി റോക്ക് ലെയേഴ്സ് ഫോൾഡിങ്ങിന് വിധേയമാകുന്നതിന്റെ ഫലമായി ഫോം ചെയ്യപ്പെടുന്ന മൗണ്ടൻ റേഞ്ചസ് ആണ് ഫോൾഡ് മൗണ്ടെയ്ൻസ്. The Himalayas, the Alps, the Andes, the Atlas, etc. are fold mountains. Fold mountains ന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. Divergent margins. Observe the diagram figure 29b and identify the type of plate margin between the African plate and the South American plate. Look at figure 29b. Identify the type of plate margin between the African plate and the South American plate. ആഫ്രിക്കൻ പ്ലേറ്റിനും സൗത്ത് അമേരിക്കൻ പ്ലേറ്റിനും ഇടയിലുള്ള പ്ലേറ്റ് മാർജിൻ ഏത് തരമാണെന്ന് കണ്ടെത്തൂ. ഫിഗർ 29b നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടെത്തിയില്ലേ അത് ഡൈവേർജന്റ് മാർജിൻ ആണെന്ന്. A 14,000 kilometer long north-south oriented mountain range has been formed in the Atlantic Ocean. This mountain range, known as the Mid-Atlantic Ridge, has been formed as a result of the divergence of the above-mentioned plates. A 14,000 kilometer long north-south oriented mountain range has been formed in the Atlantic Ocean. Atlantic Oceanil ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഒരു മൗണ്ടൻ റേഞ്ച് രൂപം കൊണ്ടിട്ടുണ്ട്. This mountain range, known as the Mid-Atlantic Ridge, has been formed as a result of the divergence of the above-mentioned plates, means the African plate and the South American plate. Mid-Atlantic Ridge എന്ന പേരിൽ ഇവിടെ
ആഫ്രിക്കൻ പ്ലേറ്റിൻ്റെയും സൗത്ത് അമേരിക്കൻ പ്ലേറ്റിൻ്റെയും ഡൈവേർജൻസിൻ്റെ ഫലമായി മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന പേരിൽ ഒരു ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ആഫ്രിക്കൻ പ്ലേറ്റിൻ്റെയും സൗത്ത് അമേരിക്കൻ പ്ലേറ്റിൻ്റെയും ഡൈവേർജൻസിൻ്റെ ഫലമായി അവ പരസ്പരം അകന്നു നീങ്ങിയതിൻ്റെ ഫലമായി മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന പേരിൽ ഒരു മൗണ്ടെയിൻ റേഞ്ച് രൂപം കൊണ്ടിട്ടുണ്ട്. Magma comes out through the gap formed due to the divergence of plates and solidifies to form mountains. ഇവിടെ ഈ പ്ലേറ്റ്സ് പരസ്പരം അകലുന്നതിൻ്റെ ഫലമായി ഇവയ്ക്കിടയിലുള്ള ഗ്യാപ്പിലൂടെ ആ വിടവിലൂടെ മാഗ്മ പുറത്തേക്ക് വരികയും അത് സോൾഡിഫൈ ചെയ്ത് അത് തണുത്തുറഞ്ഞ് മൗണ്ടെയിൻസ് രൂപം കൊള്ളുകയും ചെയ്യുന്നു. These type of mountains are known as mid-oceanic ridges, sea floor spreading and the age of the rocks. The new ocean floor is continuously being created as a result of magma that comes out through the divergent margins and solidification along the edges of the plates. This results in the phenomenon known as the sea floor spreading. New ocean floor is continuously being created as a result of magma that comes out through the divergent margins. Divergent marginsലൂടെ അതിൻ്റെ ഇന്റീരിയർ പാർട്ടിൽ നിന്നും മാഗ്മ പുറത്തേക്ക് വരികയും ആൻഡ് സോൾഡിഫിക്കേഷൻ അലോങ് ദി എഡ്ജസ് ഓഫ് ദി പ്ലേറ്റ്സിൻ്റെ അതിരുകളിൽ ഇവ തണുത്തുറയുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി അവിടെ എന്ത് ഫോം ചെയ്യപ്പെടുന്നു? ന്യൂ ഓഷൻ ഫ്ലോർ ഫോം ചെയ്യപ്പെടുന്നു. This results in the phenomenon known as sea floor spreading. ഈ ഫിനോമിനൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? സീ ഫ്ലോർ സ്പ്രെഡിംഗ്, സമുദ്രതട വ്യാപനം എന്നറിയപ്പെടുന്നു. This is the reason that rocks older than 200 million years are absent along the sea floor. ലോകത്ത് 200 ദശലക്ഷം വർഷത്തിന് മേൽ പഴക്കമുള്ള സീ ഫ്ലോർ കടൽത്തറ ഭാഗമില്ലാത്തത് ഇതുമൂലമാണ്. But it has been discovered that most of the continents are older than 2000 million years. എന്നാൽ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? മോസ്റ്റ് ഓഫ് ദി കോണ്ടിനെന്റ്സ് ആർ ഓൾഡർ ദാൻ 2000 million years. മെജോറിറ്റി കോണ്ടിനെന്റൽ പാർട്ടും 2000 million years 2000 ദശലക്ഷം വർഷത്തിന് മേൽ പ്രായമുള്ളവയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ട്രാൻസ്ഫോം മാർജിൻസ് ഓർ ഷിയർ മാർജിൻസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ലാൻഡ് ഫോംസ് ആർ നോട്ട് ജനറലി ക്രിയേറ്റഡ് അലോങ് ദ മാർജിൻസ് വേർ ദ പ്ലേറ്റ്സ് glide past each other. പ്ലേറ്റ്സ് പരസ്പരം ഉരసి നീങ്ങുന്ന ഇത്തരം അതിരുകളിൽ പൊതുവെ ലാൻഡ് ഫോംസ് ഒന്നും തന്നെയും സൃഷ്ടിക്കപ്പെടാറില്ല. ബട്ട് സച്ച് മാർജിൻസ് ആർ ഫോൾഡ് സോൺസ്. എന്നാൽ ഇത്തരം മാർജിൻസ് എങ്ങനെയുള്ളതാണ്? ഫോൾഡ് സോൺസ് ആണ്, ഭ്രംശമേഖലകളാണ്. The San Andreas Fault Zone in the North America is an example. നോർത്ത് അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് സോൺ ഇതിനുദാഹരണമാണ്. Figure 2.9c. As these plate margins are weaker than other areas, such margins are generally vulnerable to earthquakes, volcanoes and faults. As these plate margins are weaker than other areas, മറ്റ് ഏരിയാസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്ലേറ്റ് മാർജിൻസ് വളരെ വീക്കർ ആയതിനാൽ such margins are generally vulnerable to earthquakes, volcanoes and faults. As these plate margins are weaker than other areas, such margins are generally vulnerable to earthquakes, volcanoes and faults. ഇങ്ങനെയുള്ള മാർജിൻസ് earthquakes, volcanoes, faults എന്നിവ കൊണ്ട് പ്രക്ഷുബ്ധമാണ്. കാരണം എന്താ? As these plate margins are weaker than other areas. ഇങ്ങനെയുള്ള പ്ലേറ്റ് മാർജിൻസ് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ വീക്കറാണ്. The major relief features on the Earth's surface such as the fault mountains,
plateaus and volcanoes are the result of plate movements. The major relief features on the Earth's surface. Earth's surface major relief features ആയിട്ടുള്ള fault mountains, plateaus, volcanoes ഇവയെല്ലാം എന്തിന്റെ സംഭാവനകളാണ്? പ്ലേറ്റ് മൂവ്മെന്റ്സിന്റെ സംഭാവനകളാണ്. Let's see the other forces that bring about changes on the Earth's surface. Earthന്റെ സർഫേസിൽ ചേഞ്ചസിന് കാരണമാകുന്ന മറ്റു ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അവിടെ ഒരു ഫ്ലോ ചാർട്ടാണ് തന്നിരിക്കുന്നത്. അത് നന്നായിട്ട് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടതാണ്. എർത്ത് മൂവ്മെന്റ്സ്, രണ്ട് തരം മൂവ്മെന്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. എൻഡോജനിക് മൂവ്മെന്റ്സ് ആൻഡ് എക്സോജനിക് മൂവ്മെന്റ്സ്. എൻഡോജനിക് മൂവ്മെന്റ്സ് മീൻസ് ആന്തരിക ചലനങ്ങൾ. അത് ഏതൊക്കെയാണ്? ഡയസ്ട്രോഫിക് മൂവ്മെന്റ്, സഡൻ മൂവ്മെന്റ്. ഡയസ്ട്രോഫിക് മൂവ്മെന്റ് സാവധാനത്തിലുള്ള ചലനം. അതിന് എക്സാമ്പിൾ ഏതാണ്? പ്ലേറ്റ് മൂവ്മെന്റ്സ്. ഡയസ്ട്രോഫിക് മൂവ്മെന്റിന് എക്സാമ്പിൾ ആണ് പ്ലേറ്റ് മൂവ്മെന്റ്സ്. അടുത്ത എൻഡോജനിക് മൂവ്മെന്റ് ഏതാണ്? സഡൻ മൂവ്മെന്റ്. അതിന് എക്സാമ്പിൾസ് വോൾക്കാനിക് ഇറപ്ഷൻ, earthquakes. പഠിക്കാമല്ലോ. Most landforms on the Earth's surface are the result of such earth movements. Most landforms on the Earth's surface, Earthന്റെ സർഫേസിലെ ഒട്ടുമിക്ക ലാൻഡ്ഫോംസും ഇത്തരത്തിലുള്ള earth movements-ന്റെ ഫലമാണ്. As a result of the earth movements, some regions on the Earth's crust are either raised or lowered. As a result of the earth movements-ന്റെ ഫലമായി എർത്തിന്റെ ക്രസ്റ്റിലെ ചില ഭാഗങ്ങൾ ഉയർത്തപ്പെടുകയും ചിലത് താഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. Raising of the crustal portions are called uplift and lowering of the crust are called subsidence. Raising of the crustal portions, എർത്തിന്റെ crustal portionsന്റെ ഉയർത്തപ്പെടൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്ലിഫ്റ്റ്മെന്റ് എന്നും. lowering of the crust, എർത്തിന്റെ crustal part താഴ്ത്തപ്പെടുന്നതിനെ സബ്സിഡൻസ് എന്നും പറയുന്നു. ഇന്ന് ഇത്രയും മതിയല്ലോ. ഓക്കെ, താങ്ക് യു.